സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. നൈജീരിയൻ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ അമേരിക്ക മൗനം വെടിയണം, ഇടപെടൽ വേണം ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ. വാഷിംഗ്ടൺ DC. നൈജീരിയയിലെ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന വ്യാപകമായ ആക്രമണത്തിൽ അമേരിക്കൻ ഭരണകൂടം മൗനം വെടിയണമെന്ന് ക്രൈസ്തവ മനുഷ്യാവകാശ സംഘടനയായ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ. പീഡനം, ദീർഘകാല തടങ്കൽ, തട്ടിക്കൊണ്ടുപോകൽ, മറ്റ് മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് വ്യാപകമാണെന്ന് ICC ചൂണ്ടിക്കാട്ടി. ICC പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിൽ കഴിഞ്ഞ വർഷം സംഘടനയുടെ പ്രതിനിധികൾ നൈജീരിയ സന്ദർശിച്ചതിന്റെ നേരിട്ടുള്ള സാക്ഷ്യവും കണക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നൈജീരിയൻ ക്രൈസ്തവരുടെ നിലവിളി ചെവിയിൽ പതിക്കുകയാണെന്നും സഹായത്തിനായുള്ള അവരുടെ അപേക്ഷയ്ക്ക് അമേരിക്ക ഉത്തരം നൽകേണ്ട സമയമാണിതെന്നും സംഘടന വ്യക്തമാക്കി. നിർഭാഗ്യവശാൽ ഏതാണ്ട് 2 പതിറ്റാണ്ടുകളായി പശ്ചിമാഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. 2009 ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ വളർച്ചയ്ക്ക് ശേഷം നൈജീരിയയിലെ ക്രൈസ്തവ സമൂഹം വലിയ രീതിയിലുള്ള തീവ്രവാദ ആക്രമണങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നതെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. 2023 കുറഞ്ഞത് 4700 ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമത്തിന് പിന്നാലെ ഗ്രൂപ്പുകൾ മതത്താൽ ശക്തമായി സ്വാധീനിക്കപ്പെട്ടവരാണെന്നും ബോക്കോ ഹറാം, ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക, ഫുലാനിയിലെ ഹെഡ്മാൻ തുടങ്ങിയവരാണ് ക്രിസ്ത്യാനികളെ പ്രത്യേകമായി ലക്ഷ്യമിടുന്നതെന്നും സംഘടന പറയുന്നു. വിഷയത്തിൽ അമേരിക്ക തുടരുന്ന നിസ്സംഗതയാണ് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതെന്നും കൃത്യമായ നടപടി വേണമെന്നും ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ അമേരിക്കൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.